Hey guys, ഞാൻ സെബി ഷാജൻ. ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് ഇയർ. ഐ എം സ്റ്റഡിങ് ഇൻ എയിംസ് ഭുവനേശ്വർ റൈറ്റ് നൗ. ഒബ്വിയസ്ലി ഞാൻ ഒരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, ഒബ്വിയസ്ലി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. എനിക്ക് ആക്ച്വലി മോട്ടിവേഷൻ വീഡിയോസ് ഒന്നും തരാൻ അറിയില്ല. സോ ദ മാക്സിമം ഐ ക്യാൻ ഡു ഇസ് ഗിവ് യു സം ടിപ്സ്. സോ ഫോർ മീ പഠിത്തം എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് സാക്രിഫൈസ്, വിച്ച് വാസ് ബേസിക്കലി ഈ ഞങ്ങൾക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല, കളിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല ഇൻ ചാവറ. ആൻഡ് ഫോർ us ഇറ്റ് വാസ് ദസ് ബേസിക്കലി ഓൺലി സ്റ്റഡീസ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ടാവും. വെദർ യു ആർ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ബിൻ ഇൻ എ സ്കൂൾ ഫോർ 2 years അല്ലെങ്കിൽ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും യു വർക്ക്ഡ് എ ലോട്ട് ഫോർ ദിസ്. ഇപ്പോൾ ഈ അവസാനത്തെ നിമിഷത്തിൽ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, നിങ്ങൾ എത്രത്തോളം യു ഡിവോട്ട് യുവർ ടൈം ടു ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. സോ നമുക്കിപ്പോൾ ഒരു ജനറൽ ഒരു ഐഡിയ ഉണ്ട്. സോ ഇറ്റ്സ് September 13th ദി സ്കെഡ്യൂൾ ഡേറ്റ് ഫോർ നീറ്റ്, ആൻഡ് അറൌണ്ട് 3 weeks ഉണ്ട് നമുക്ക് എല്ലാവർക്കും. സോ ഇത്രയും ലോങ് ആയിട്ടൊരു ടൈം, സോ അറൌണ്ട് 3-4 months വീട്ടിലിരിക്കുമ്പോൾ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം എത്രത്തോളം നമ്മൾ ഉഴപ്പും എത്രത്തോളം നമ്മൾ പഠിക്കുമെന്ന്. ഇറ്റ്സ് എ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. സോ നിങ്ങൾ എത്രത്തോളം ആ സമയത്ത് പഠിച്ചു എന്നല്ല ഇപ്പോൾ ഇമ്പോർട്ടൻസ്. ഐ ക്യാൻ ജസ്റ്റ് ഗിവ് യു ടിപ്സ് ഫോർ ദ നെക്സ്റ്റ് 3 weeks. സോ ഞാനിപ്പോൾ മെയിൻലി സ്ട്രാറ്റജൈസ് ചെയ്യാൻ പോകുന്നത് ഓൺ ദ 3 subjects. വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ദാറ്റ് ഫസ്റ്റ് വീക്ക് യു ഫോക്കസ് ഓൺ ഫിസിക്സ്. കാരണം ഫിസിക്സിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോ സ്കോപ്പ്. കാരണം കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. യു നീഡ് ടു ഹാവ് എ ഗുഡ് എമൗണ്ട് ഓഫ് ലോജിക്. ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ യു മൈറ്റ് ഈവൻ ഗെറ്റ് ദി ആൻസേഴ്സ് ഫ്രം ദി ക്വസ്റ്റ്യൻ ഓർ ദി ഓപ്ഷൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. സോ ദാറ്റ് ക്യാൻ ബി ഹ്യൂജ് അഡ്വാൻറ്റേജ്. സോ ഡു എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. തിയറി ക്വസ്റ്റ്യൻസ് അധികം ഫോക്കസ് ചെയ്യേണ്ട. ബട്ട് ദിസ് ടൈംസ് നീറ്റ് എങ്ങനെയാവുന്നൊരു ഐഡിയ ഇല്ല. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. ലൈക്ക് ലാസ്റ്റ് ഇയേഴ്സ് നീറ്റ് വാസ് വെരി സിമ്പിൾ. സോ സിമ്പിൾ ഇൻ ദ സെൻസ് ദാറ്റ് ഫിസിക്സിൽ ഞങ്ങൾക്ക് കുറേ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് വെരി സർപ്രൈസിങ്. ഈസി ക്വസ്റ്റ്യൻസ്, all NCERT based. പക്ഷേ ഈ പ്രാവശ്യം നീറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഐം നോട്ട് ഗിവിംഗ് ടു മച്ച് പോയിന്റ്സ് ഓൺ ദാറ്റ്. ബട്ട് പ്രാക്ടീസ് എ ലോട്ട് ഓഫ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കെമിസ്ട്രി ആൻഡ് ബയോളജി ഞാൻ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്, ബിക്കോസ് ഇറ്റ്സ് ബേസിക്കലി എ ലോട്ട് ഓഫ് ലേണിംഗ് ബൈ ഹാർട്ട്. വാട്ട് യു കുഡ് ഡു ഇസ് മെയിൻലി ഫോക്കസ് ഓൺ NCERT. NCERTയിലുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റിനും എയിംസിന് കുറേയൊക്കെ NCERT ഇത് ബേസ്ഡ് തന്നെയായിരുന്നു. സോ സ്പെൻഡിങ് യുവർ നെക്സ്റ്റ് വീക്ക് ഫോർ ലേണിംഗ് or revising the chemistry values, like the blocks S, P, D, F, all blocks are very important. I'm just saying. And focus on a lot of theory aspect, because that can help a lot. The values are important in chemistry. Theory, the basis logic is also very important. And finally, biology. NEET is 180 questions, so it's 90 biology, then 45 chemistry, 45 physics, obvious. So, end the strategy in for exams, I would do 90 questions of biology first in as least time as possible. So, usually around 30 to 45 minutes, which you could do too. That's ഏറ്റവും effective ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന method. If it works for you, try ചെയ്യുക. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ well and good, as long as it works for you. Chemistry, given time itself, so 45 questions, maximum 45 minutes. Less than that anengil very good. And last rolla full time dedicated for physics. It helps a lot. So ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നീറ്റ്, as I've stated, was very easy. എല്ലാതും NCERT based ആയിരുന്നു. അപ്പോൾ ആ ഈസിനെസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ആൻഡ് അത് കാരണം ഞാൻ മാത്രമല്ല, കുറേ ഫ്രണ്ട്സ് അതിന് മാർക്ക് ലൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈസി ക്വസ്റ്റ്യൻസിലും ഒരിക്കലും നെവർ അണ്ടർ എസ്റ്റിമേറ്റഡ്. ഓൾവേസ് ഗിവ് ഇറ്റ് ആസ് മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ആസ് എ വെരി ഹാർഡ് ക്വസ്റ്റ്യൻ. പിന്നെ സിൻസ് ദിസ് ടൈം യു ഗൈസ് ഹാവ് 1 exam ഫോർ ഓൾ ദി 3, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് മച്ച് അഡ്വൈസസ് ടു ഗിവ്. ലൈക്ക് ഫോർ us we had a very good option. നീറ്റിൽ നല്ല റാങ്ക് കിട്ടിയില്ലെങ്കിൽ there's always JIPMA, അല്ലെങ്കിൽ you have AIMS. It's fine. But this time you have like one goal, and it's like very important that you focus very well on that one exam. It all comes down to that. പിന്നെ വീട്ടിലെന്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് മിക്കവാറും റൈറ്റ് നൗ. സോ another big point is stay away from the phones, electronic gadgets as much use ചെയ്യാണ്ടിരിക്കാം. That'll be the best for you. ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. So it was a very great a great factor for us. For me, I usually studied around 7:30 in the morning to 11:30 in the night. I'm not bragging, but yes, I had to put a lot of effort in the last few months.
അങ്ങനെയാണെങ്കിൽ ഓൺലി ഇഫ് യു ഡു ഇറ്റ് ദാറ്റ് വേ ക്യാൻ യു ഗെറ്റ് എനിത്തിങ്. അത് ഇറ്റ്സ് ലൈക്ക് എ ഫാക്ട്. വാട്ട് എൽസ്? യാ, ഇറ്റ്സ് നോട്ട് ദി എമൗണ്ട് ഓഫ് ടൈം ദറ്റ് യു പുട്ട് ഇൻ. ഇൻസ്റ്റെഡ് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ ദാറ്റ് മാറ്റേഴ്സ് മോർ ഒബ്വിയസ്ലി. സോ അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 3 weeks ഉഴപ്പരുത് പ്ലീസ്. കാരണം നിങ്ങളുടെ ഹോൾ ഫ്യൂച്ചർ കംസ് അപ് ടു ദിസ്. സോ വെദർ യു ആർ എ റിപ്പീറ്റർ ഓർ ദോസ് 2-year ബാച്ച് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ അടുത്ത വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഈ 5-4 മാസം തന്നെ വീട്ടിലിരുന്ന് മടുത്ത് കാണും. സോ പറ്റുന്നത്രയും നല്ല റാങ്ക് വാങ്ങിക്കാൻ നോക്കുക. 10 star ആവരുത്. 10 star ആയി കഴിഞ്ഞാൽ തന്നെ കുറേ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ പോകും. ആൻഡ് ഐ എം നോട്ട് ഷുവർ ഹൗ ദിസ് ടൈം അത് എന്തായാലും പേപ്പർ ആണോ അതോ ഡിജിറ്റൽ ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ബി ഷുവർ വാട്ട് യു ആർ മാർക്കിംഗ്, ഡോണ്ട് മിസ് മാർക്ക്. യു ഡു നോട്ട് വോണ്ട് ടു സ്ക്രൂ ഇറ്റ് അപ്പ് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഐം ജസ്റ്റ് ഗിവിങ് യു പോയിന്റ്സ്. ബട്ട് ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ് ദിസ് വേ. നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നിങ്ങളോട് നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ടോപ്പ് 10 സ്റ്റുഡൻസ് ആകാം, അല്ലെങ്കിൽ ലാസ്റ്റ് 1000s 10,000s ഉള്ള സ്റ്റുഡൻ്റ് ആകാം. ഇറ്റ് റിയലി ഡസ് നോട്ട് മാറ്റർ. വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് ഇസ് നിങ്ങൾ അവസാനത്തെ നിമിഷത്തിൽ, ഐ മീൻ ദിസ് 3 weeks ഓർ ഹൗ മച്ച് എഫേർട്ട് യു പുട്ട് ബിഫോർ, ഇറ്റ് കംസ് ഡൗൺ ടു ദാറ്റ്. ഇപ്പം നിങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആയത് ഉപയോഗിക്കുന്നോ, ഇറ്റ്സ് ബെറ്റർ ഫോർ യുവർ ഫ്യൂച്ചർ. ഡു നോട്ട് സ്ക്രൂ ഇറ്റ് അപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദിസ് 3 weeks juncture, only think about yourself. Be very selfish. Okay? വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. Don't pamper yourself with any other time leisures. It's not at all necessary. Stay away from all electronics. Skip playing for 3 weeks because it's very important. And yeah, that's it. And if you're lucky, നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ എന്തായാലും സീറ്റ് കിട്ടും. That's very sure. Just be focused and don't tense out. With that, I hope you can study well. നിങ്ങൾ ഈ സമയത്ത് വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് പീസ് ഔട്ട്. ബൈ. ഓൾ ദി ബെസ്റ്റ്.